കുഞ്ചാക്കോവിനെക്കാട്ടി അഭിനയം ഇഷ്ടപ്പെട്ട് വെഞ്ഞാറമൂട് പറഞ്ഞില്ലേ, ഒരു കോമഡി പടം, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പടം. സൂവിനകത്ത് അകപ്പെടുത്തുന്ന സീനുകൾ വളരെ എൻഗേജിങ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും അങ്ങനെ അത് കുഞ്ചാക്കോവിന്റെ നല്ലൊരു അഭിനയൊക്കെ ആക്ടിങ് നല്ല രീതിയിലുണ്ട്. പിന്നെ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞൊരു സിമ്പിൾ കഥയാണ്, അതുകൊണ്ട് തന്നെ അധികം ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നുന്നു. അതെ, ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം. ഇതൊരു ട്രെയിലർ കണ്ടല്ല, പക്ഷെ പടം ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമഡി പടം, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പടം, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഇതിൽ പറയാൻ. പെർഫോമൻസ് സുരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ കുഞ്ചാക്കോവനും അഭിനയിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ലാസ്റ്റ് ഒരു ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട്, അതിലെനിക്ക് സുരാജിൻ്റെ അഭിനയത്തോട് അത്ര യോജിപ്പ് തോന്നിയില്ല. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കും. കണ്ണൂരിലുള്ള ഒരു ലൈറ്റുള്ള എനിക്കൊന്ന് കൂടുതലും ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ സൂവിലുള്ളതും. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുമ്പോൾ പിന്നെ ഉള്ള സിറ്റുവേഷൻ ഉള്ള കോമഡികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. സിംഹത്തിൻ്റെ കൂട്ടിനകപ്പെടുമ്പോഴുള്ള ആ ഒരു രസകരമായ മുഹൂർത്തങ്ങളും. എനിക്കൊന്ന് സുരാജിൻ്റെ കോമഡി വളരെ കാലത്തിന് ശേഷം സുരാജിൻ്റെ ഒരു പഴയ സ്റ്റൈലുള്ള 1-2 സീനുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടുതലും സുരാജിൻ്റെ സീനുകൾ കുറച്ചുകൂടി കോമഡി ഉണ്ടായിരുന്നെങ്കിൽ പ്രതീക്ഷിച്ച അത്രയും കൂടുതലുണ്ട്. കാരണം കുഞ്ചാക്കോവനും ഒരുമിച്ചുള്ള സീനുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഗംഭീര കഥയൊന്നുമല്ല, നമുക്കറിയാവുന്ന സ്ഥിരം പാറ്റേണിലുള്ള ഒരു കഥയാണ്. കാരണം നായകൻ നായിക പ്രണയ നൈരാശ്യം ആ ഒരു രീതിയിൽ പോയിട്ട്, പക്ഷേ ആ സൂവിനകത്ത് അകപ്പെടുത്തുന്ന സീനുകൾ വളരെ എൻഗേജിങ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും അങ്ങനെ ബോറടിക്കാത്ത രീതിയിൽ ഒരു വാച്ചബിളായുള്ള രീതിയിലാണ് കിറ എന്ന് നമുക്ക് വന്നിരിക്കുന്നത്. ആ സീക്വൻസ് അതാണ് പറഞ്ഞത്, സീക്വൻസ് VFX ആണ്, ഒറിജിനൽ സീനുകളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊന്നും എടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അതൊന്നും VFX രീതിയിലോ ഓവർ ഡ്രാമ നമ്മളെന്താ പറയുക ഒരു ഗ്രാഫിക്സ് ആണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം ഒറിജിനാലിറ്റിക്ക് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് ആ സൂവിലുള്ള രംഗങ്ങൾ. കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ്, അതിഗംഭീര ചിത്രം എന്ന് പറയാനില്ല, എന്നാലും ഒരു ലൈറ്റായിട്ട് ഒരു ടൈം പാസ്സായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി മൂവിയാണ് കിരണ. പടം ബേസിക്കലി ആവറേജ് തീർച്ചയായിട്ടും അവിടെ പുതിയൊരു ടോപ്പിക്കാണ്, പുതുമുറിയിലെ പോലെ അത് ടോപ്പിക്കാണ്. കുറച്ച് നന്നാകായി, പക്ഷേ ഒരു ലോജിക്കലി റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. കോമഡി ഉണ്ട്, കാണാം, ഒരു ആവറേജ് പടം കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടോ? കണ്ടിരിക്കാം. സിനിമത്തെ കണ്ട് പേടിച്ചോ? എനിക്ക് അവർക്ക് പേടി വന്നു, അത് നന്നായിട്ടാണ്. കുഞ്ചാക്കോവിനെക്കാട്ടി അഭിനയം ഇഷ്ടപ്പെട്ട് വെഞ്ഞാറമൂട് ഞാൻ ഇവിടെ കുറേ നാളത്തെ കോമഡി ചെയ്യുന്നു. കുഞ്ചാക്കോവൻ റൊമാൻസിക്കൽ വരുന്നു. പടം ആവറേജ്. VFX ഒക്കെ എങ്ങനെയുണ്ട്? അത് നന്നായിട്ടാണ്. പടം ആവറേജ് ആയിരുന്നു. ഹിറ്റടിയോ? ആവറേജ് ഹിറ്റടിയോ എന്ന് പറയാൻ പറ്റില്ല, വേറെ പടമില്ലാത്തതിൽ കൂടി. ഈ ജോണറിൽ വരുന്ന സിനിമകളൊക്കെ ഇത് കുറവാണ്, ഈ ജോണർ കുറവാണ്. കുടുംബത്തിലുള്ള പടം ഒരു ജോണറാണ്, നല്ലതിൻ്റെ ആക്കായത്. പക്ഷെ അത് കുറച്ച് കോമാളത്തെ കൊണ്ട് തോന്നി. കോമഡി ചിലയിടത്തിൽ വർക്കൗട്ടായി. ഓക്കെ, താങ്ക് യു. ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഈ ഒരു സിനിമ. തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എല്ലാവരും ഇതിനെ വിജയിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ ഒരുപാട് എസൻസ് ടേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഗിറാണ്. അപ്പോൾ ചാക്കോച്ചനാണെങ്കിലും ശരി, സുരാജേനാണെങ്കിലും ശരി, ഇപ്പം അവരുടെ ഒരു റിയലിസ്റ്റിക് സിനിമയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച വീണ്ടും ഒരു ചാക്കോച്ചനെയും സുരാജേനെയും നമുക്ക് കാണാൻ പറ്റി. അതുപോലെ അനക്കയാണെങ്കിലും ശ്രുചേച്ചി ആണെങ്കിലും, ശ്രുചേച്ചിയുടെ ഇങ്ങനെ ഒരു വേരിയൻസ് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ മഞ്ജു ചേച്ചി ആണെങ്കിലും ശരി, സെന്തിലേട്ടൻ, സിബി സാറ് തുടങ്ങിയ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. രമേശ് ചേട്ടൻ്റെയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഭയങ്കര രസമായിട്ട്. അതെ, രമേശ് ചേട്ടനാണ് കോമ്പറ്റീഷൻ. രമേശ് ചേട്ടൻ്റെ അവിടെ ലൈക്ക് ഇങ്ങനെ എനിക്ക് സ്ക്രീനിൽ അപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ഇങ്ങനത്തെ കുറേ തഗ് വെക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി വയ്ക്കുമായിരുന്നു. ആണോ? വേറെ ഒരു സിനിമയിൽ അത് സംഭവിക്കുന്നത്. ഓക്കെ, ശരി, താങ്ക് യു.